ഒരു മനുഷ്യന് എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ബിസിനസ് ഓണറുടെ കേസ് എടുത്താലും ഒരു ബിസിനസ്സിലെ സെയിൽസിലിരിക്കുന്ന ആളുടെ കേസ് എടുത്താലും ഇവർ വളരെ കോൺഷ്യസ് ആയിട്ട് നെഗറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും നെഗറ്റീവ് തോട്ട്സ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കൽ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സെയിൽസിലിരിക്കുന്ന ആൾ എപ്പോഴും അയാളുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷൻ അയാൾ എപ്പോഴും വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കണം. നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നും നെഗറ്റീവ് സർക്കംസ്റ്റാൻസസിൽ നിന്നും പരമാവധി ഇയാൾ മാറി നിൽക്കാൻ ട്രൈ ചെയ്യണം. അതിനെന്താ സൊല്യൂഷൻ? ഒന്ന്, സിറ്റുവേഷൻ എപ്പോഴും പോസിറ്റീവ് ആകുന്ന പ്ലേസ് ഏതാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യം ചില മൈൻഡ് പവർ ടൂൾ റെഗുലറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് കൊടുക്കുന്ന സെൽഫ് കമാൻഡ്സ് ആണ്, നമ്മളോട് കൊടുക്കുന്ന പോസിറ്റീവ് കമാൻഡ്സ് ആണ്. അപ്പോൾ നമ്മളോട് പോസിറ്റീവായിട്ട് കമാൻഡ്സ് കൊടുക്കുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് മനസ്സിലാക്കുകയും അതേപോലെ ആയിരിക്കും നമ്മളുടെ മൈൻഡ് നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ടാവുക. നമ്മൾ എത്ര ദൂരമാണോ യാത്ര ചെയ്യണം അത്രയും ദൂരത്തെക്കുറിച്ചൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവാം, റോഡ് ചെറുതാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പിന്നീട് നമ്മൾ ഡ്രൈവിംഗ് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടായാലും പിന്നെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യണത് നമ്മൾ അറിയുന്നുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് അഫർമേഷൻ നമ്മളിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ പോസിറ്റീവ് ലോകത്തിലേക്ക് തന്നെയായിരിക്കും നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സെയിൽസിലിരിക്കുന്ന ഒരാളും ഒരു ഓൺട്രപ്രണറും നിർബന്ധമായിട്ടും അയാളുടെ മൈൻഡ് മാക്സിമം ടൈം പോസിറ്റീവായി ഇരിക്കാൻ വേണ്ടി പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തിരിക്കണം. അതുപോലെ ഇയാൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരു ഓൺട്രപ്രണറും എസ്പെഷ്യലി ഒരു സെയിൽസിലിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മാക്സിമം ടൈം പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും നല്ല പ്രൊഡക്ടിവിറ്റിയും നല്ല റിസൾട്ടും അവർക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.